അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. അതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അവിടെ നാരങ്ങയുണ്ട്, പുളിയുണ്ടയുണ്ട്, മുളകുണ്ട്, പാവയ്ക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ച് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, അത് നിങ്ങൾക്ക് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ലീഡ് നേടിത്തരും. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അംബിക ചേച്ചി സധൈര്യം കട്ടോണ്ട് പോയി ഉണ്ടാക്കി വെച്ചെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിലും അത് കഴിക്കണം കേട്ടോ. ചേച്ചി ഇനി ആരെയും വെയിറ്റ് ചെയ്യണ്ട. എന്താ ഞാൻ കട്ട് ചെയ്ത് തരും. എല്ലാരും കാണണ്ടേ? ഓ ഭഗവാനെ, 100-400 പടങ്ങളിൽ അഭിനയിച്ച എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും അമ്മയായും ചേച്ചിയായും എല്ലാം അഭിനയിച്ച അംബിക ചേച്ചിക്ക് കഴിപ്പിക്കാൻ കൊടുക്കാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമായിട്ട് ഞാൻ കരുതുന്നു. ചുമ്മാ കഴിക്കുവാണല്ലോ എന്റെ ചേച്ചി. അല്ല, നിങ്ങൾ ആരെങ്കിലും ആ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചേച്ചിക്ക് ഇപ്പം പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടും. അതായത് ഷെഫ് വന്ന് ബാക്കി ചെയ്ത് കൊടുക്കും ഒരു 30 സെക്കൻഡ്. അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ഷെഫ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് പോയിന്റ് പോവുള്ളൂ. ഷെഫ് വന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് തീർത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് നന്നാവത്തില്ലേ? അതെ, നന്നായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ. എന്നാ പോയി 2 പാവയ്ക്ക് തിന്നാം. ചേച്ചി ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചൺ സ്റ്റോറീസ് ടീമിലെ അംബിക ചേച്ചിയുടെ ടീമിലേക്ക് ആരെ വേണം? ഏത് ഷെഫിനെ വേണം? റുക്സാനെ വേണം? സിനോയെ വേണം? റുക്സാന ഇതാ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 30 സെക്കൻഡ് സ്റ്റെപ്പ്. ഇതാ അടുത്ത പ്രിയപ്പെട്ട ആരതിക്ക് വേണ്ടി. എന്നെ ഒന്ന് ലവ് ചെയ്താൽ ഞാൻ ചെറുതായി പീസാക്കും. നോ ലവ്, നോ ലവ്, നോ ലവ്. ഐ ലവ് യു. പിന്നെ ഇതാ അടുത്തത് ഭാവന ഹൃദയൻ ടീമിൽ നിന്നും ഇതാ ആരതി പാവയ്ക്ക് രൂക്ഷമായിട്ട് ആക്രമിക്കുകയാണ്. ഇതാരെങ്കിലും കാണുന്നുണ്ടോ? 30 സെക്കൻഡ്സ് ഇതാ തീരാൻ പോവുകയാണ് ഇവിടെ. തീർന്നു. ഓവർ. റുക്സാന, താങ്ക് യു. കുഴപ്പമില്ലടാ, കഴിച്ചു വേണ്ടിയല്ലേ. ആരതി ഇതാ ധൈര്യസമേതം പാവയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫി തടവി കൊടുക്കാനായിട്ട് പുറകെ വന്ന് വെള്ളം കൊടുക്കോ കുട്ടിക്ക്? വെള്ളം ഇല്ല ഇവിടെ. സാരല്ലടാ, നമുക്ക് വേണ്ടിയല്ലേ. ഭാവന ഹൃദയം ടീം ഇതാ പ്രൊഫഷണൽ ഹെൽപ്പിനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. ആൻഡ് അഗൈൻ ആരാ? സിനോയെ വേണോ? റുക്സാനെ വേണോ? ഞങ്ങൾക്ക് ആരെങ്കിലും കുഴപ്പമില്ല. ആരെങ്കിലും അപ്പൊ റുക്സാന അഗൈൻ. അവിടുത്തെ 30 സെക്കൻഡ്സ് ടൈം സ്റ്റാർട്ട് നൗ. ഇതാ സംസ്കൃതി നമുക്ക് വേണ്ടി അനാർക്കലിയിലെ നമ്മുടെ പ്രിയപ്പെട്ട നായിക ഇതാ. ഓ, സപ്തഭാഷാ സംഗമഭൂമിയായ മംഗലാപുരത്ത് നിന്ന് വന്ന് 6-7 ഭാഷ സംസാരിക്കുന്ന സംസ്കൃതി. അവിടെ ടൈം ഇപ്പൊ ഔട്ടോ. ടൈം അപ്പ്. റുക്സാന, താങ്ക് യു റുക്സാന. ഒരു പച്ചമുളകൊക്കെ മറ്റേ ടോം ആൻഡ് ജെറി കാണുന്ന പോലെ കച്ച 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 കച്ച. റുക്സാന എളുപ്പം. 30 സെക്കൻഡ്സ് ഇവിടെ. Time up. Ruxana, again, happy Christmas and thank you. Happy Christmas. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ വീണ്ടും ഒരു സാധനം എടുത്ത് കഴിക്കാം. നേരത്തെ കഴിച്ച സാധനം കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഷെഫി വരണം പ്ലീസ്. ഇതിലെ ഭവതി ഇതിലെ വരൂ. എന്തോ മോളും കഴിക്കുന്ന? എന്റെ പൊന്നു കൊച്ചേ, മോൾക്ക് എക്സാം ഒക്കെ ഉള്ളതല്ലേ? അമ്മ ചേച്ചി വിട്. അല്ല, അപ്പൊ മോള് കഴിച്ചോ. എന്താണ് വേണ്ടത് സ്റ്റെഫി? പുളി. മോള് പുളി ഉണ്ടാ. എനിക്ക് ഒരു നാരങ്ങ ഫുള്ളും തരരുത് കേട്ടോ. അല്ല പിന്നെ ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കഴിക്കാം. അല്ല, പാവയ്ക്ക് മാത്രം ഒരു റിഡക്ഷൻ ഉണ്ട്, ഇതിന് ഫുള്ളാണ്. സ്റ്റെഫി ഏത് വേണം? എനിക്ക് നാരങ്ങയുടെ പകുതിയുടെ പകുതി. നാരങ്ങയുടെ പകുതിയുടെ പകുതി. അല്ല, നാരങ്ങയുടെ പകുതിയുടെ പകുതി ഞാൻ കൊടുക്കുന്ന കണ്ടോ മോള്? മോള് അത് കഴിച്ചോ വേണമെങ്കിൽ. സമയം പോകും. അവിടെ അച്ചമ്മയ്ക്ക് മോള് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയുടെ പകുതി മുഴുവൻ കഴിക്കണം. മുഴുവനൊന്നുമില്ല, ഇത് എന്തൊരു ടാസ്ക് ആണത്. നാരങ്ങയാണ്, ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട്. ഇതാണ് നമ്മൾ കഴിക്കേണ്ട മുഴുവൻ. എങ്കിൽ അത് കഴിച്ചോ. ഇത് ആർക്കൊക്കെ ഹെൽപ്പ് വേണം? ആന ഏത് വേണം? പുളി. ഇതാ ശിവാനി പുളിയുണ്ട തിന്നുന്നു, ആൻ പുളിയുണ്ട തിന്നുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റെഫി കഴിച്ചില്ല. കഴിഞ്ഞു. അപ്പൊ അവിടെ പ്രൊഫഷണൽ ഹെൽപ്പ് ആരെ വേണം? സിനോയിനെ വേണോ? റുക്സാന അഗൈൻ ഗോയിങ് ഫോർ റുക്സാന. അവിടെ ദാണ്ടെ ടീം കിച്ചൺ സ്റ്റോറീസ് കഴിഞ്ഞു. ആനിന് ഷെഫ് സിനോയ് ഇതാ വരികയാണ് നമ്മുടെ പ്രേം പൂജ ടീമിന് വേണ്ടി.
അവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ റുക്സാന. 30 സെക്കൻഡ്സേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെ നോക്കട്ടെ, മറ്റേ മുതുവിലൊന്നും ഇറങ്ങിയില്ല. ആ സ്റ്റെഫി ഉണ്ടല്ലോ 2010 മിസ് കേരളയ്ക്ക് അല്ലേ, അതോ മിസ് ഇന്ത്യ ആയിരുന്നോ? മിസ് കേരള, മിസ് ടാലന്റ് ആയിരുന്നു അല്ലേ? പൊളി മോളെ പൊളി, അടിപൊളി. ടൈം അപ്പ്. നമ്മുടെ ചേച്ചിയുടെ ടൈം, നമ്മുടെ അമ്പിയ ചേച്ചി ടൈം അപ്പ്. റുക്സാന താങ്ക് യു, ഹാപ്പി ക്രിസ്മസ്. ഷെഫ് സിനോയ് ഇപ്പൊ വരാം. ഷെഫ് സിനോയുടെ ടൈം ഇവിടെയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കണ്ട സ്റ്റെഫി അത് കഴിച്ചിരിക്കുകയാണ്. കഴിച്ചോ വെച്ചേ? സത്യം. ഓക്കെ, അപ്പൊ ഷെഫ് അവിടെയും കൂടെ ഒരു ഹെൽപ്പ് കൊടുക്കാം പ്ലീസ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതെനിക്ക് കാണണ്ടേ, മാവ് നമ്മള് പിടിക്ക് കുഴക്കില്ലേ? ആ അയ്യോ, അതെന്തൊരു ടേസ്റ്റ് ആണല്ലേ ആരതി. ആയിരിക്കും അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ശരിക്കും. ടൈം അപ്പ്. അല്ല ടൈം അപ്പ്. എന്റെ തീരുമാനം ഫൈനലാണ്. എന്റെ തീരുമാനം. ഹാപ്പി ക്രിസ്മസ് ഷെഫ്. ഷെഫ് സിനോയുടെ ടൈം അവിടെ തീർന്നിരിക്കുകയാണ് ഹെൽപ്പിങ്ങിന്. യെസ്, കേക്കുമായിട്ട് നിങ്ങൾ എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തിനായി ഒരു വാർത്ത കൂടെ ഞാൻ കൊണ്ടുവരികയാണ്. അടുത്ത ഗെയിം വരാൻ പോവാണ്. അത് നേരത്തെ ഞാൻ തന്ന പോലത്തെ ഗെയിം ഒന്നുമല്ല. ആ ഗെയിം കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, ഞാൻ പ്രിയപ്പെട്ടതാണ്, ഞാൻ അല്ലാതെ അടുത്ത പ്രിയപ്പെട്ട ആരാണ്? അടുത്ത ഒരു കിടിലം ഗെയിമുമായിട്ട് പ്ലീസ് സാന്റാ. എന്ത് ഗെയിമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്? ഒരു സ്റ്റാർ മേക്കിംഗ് ആണ്. സ്റ്റാർ മേക്കിംഗ്. സ്റ്റാർ മേക്കിംഗ് ഇത് വെച്ചിട്ട് എനിക്കൊരു നല്ലൊരു സ്റ്റാർ ഉണ്ടാക്കി തരണം. എല്ലാ ടീമിനും നമ്മൾ പ്രോപ്പർട്ടീസ് ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും നല്ലൊരു സ്റ്റാർ ഉണ്ടാക്കി തരണം. എല്ലാവരും അവരുടെ പ്രോപ്പർട്ടീസ് വന്ന് എടുത്തിട്ട് പോവാം. അമ്പിയ ചേച്ചി പ്ലീസ്. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾ ഇങ്ങനെയാണ്. സ്റ്റാൻഡ് ആയാ മതിയായിരുന്നു. നിങ്ങളുടെ സ്റ്റാർ മേക്കിംഗ് ചാലഞ്ച് ഇതാ ആരംഭിക്കാൻ പോവാണ്. 3, 2, 1 ഗോ. സ്വന്തം ഭാവനയിൽ നിന്ന് വേണം ഇത് ചെയ്യാൻ. ഹൃദയ ഭാവന ടീം കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഉണ്ടാക്കിയാൽ മതിയോ? അതൊക്കെ ഇഷ്ടം പോലെ, കാണുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കണം. ആനും സംസ്കൃതിയും കൂടെ ചേർന്ന് ഇവിടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അവളുടെ അത് കൊടുക്കരുത്, അമ്മയുടെ കണ്ണിലൊക്കെ കുത്തും. ശിവാനി മുറിച്ച് സ്റ്റാർ ഉണ്ടാക്ക്. സ്റ്റെഫി എന്തിനാണ് ഈ നിയമം പഠിച്ചതെന്ന് അറിയാമോ? ഈ കള്ളത്തരം കാണിക്കുമ്പോ സ്വന്തമായിട്ട് വാദിച്ച് ജയിക്കാനാണ്. വീണ്ടും മോട്ടി ചെല്ലി ഇവിടുന്ന്. സത്യം പറ, അതും തിരിച്ചോട്. ഇത് എന്ത് ചെയ്യുന്നു? സ്റ്റാർ ഉണ്ടാക്കാൻ ഇവിടെ വന്നേ. സ്റ്റെഫി എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ ഇത് ലാബിലൊക്കെ പോയി എന്തൊക്കെയോ ഉരുട്ടിയിട്ടും. അയ്യോ, അപ്പൊ നടക്കൂലല്ലേ. സംസ്കൃതി സ്റ്റാറാണ് പറഞ്ഞത് കേട്ടോ. ആണല്ലോ അല്ലേ? കൊച്ചു സ്റ്റാറായ കുഴപ്പമുണ്ടോ? കൊച്ചു സ്റ്റാറായ കുഴപ്പമില്ല, കാണുമ്പോ നല്ല വൃത്തിയും മെനയൊക്കെ വേണം. ചേച്ചി എന്തായി? കൊച്ചു സ്റ്റാറായ പോയിന്റ് വെച്ചിട്ട് വേണം വെക്കാൻ. അയ്യോ അയ്യോ, ഇവിടോ കൊച്ചെ, ഇവിടോ. തമ്പുരാന് ഇതുപോലെ ഇവിടെ വാ. ഇവിടത്തെ സ്റ്റാർ നോക്ക്, എന്തൊരു ചന്തം. ഓ സ്റ്റാർ, എവിടെ സ്റ്റാർ? ഇത് ഏതാണ് സ്റ്റാർ? 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും പേപ്പറോട് ചുമ്മാ വെട്ടിയെടുത്തേക്കുന്നു. ഇങ്ങനെയാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. 30 സെക്കൻഡ്സ് കൂടെ ബാക്കിയുള്ളൂ. ശിവാനി എന്തായി മോളെ കാര്യങ്ങള്? എന്താ ഒളിച്ചിരുന്ന് ചെയ്യുന്നത്? എന്ത് വെക്കുന്നോ എന്റെ അച്ഛമ്മോ? ടൈം അപ്പ്. ഫ്രീസ്, ഫ്രീസ്, സ്റ്റോപ്പ്. ഒരു യമണ്ടൻ കേക്ക് ചലഞ്ചിലെ സബ് ഗെയിമായ സ്റ്റാർ ചലഞ്ചിന്റെ സമയം തീർന്നിരിക്കുകയാണ്. എത്രത്തോളം ആയിന്ന് നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം. കാര്യം അവരാണല്ലോ യഥാർത്ഥത്തിലുള്ള ജഡ്ജസ്. ഹായ്, ഇതാ
പ്രേം പൂജയുടെ സ്റ്റാർ ഇതാ ഇവിടെ കാണുന്നുണ്ട്. കാറ്റടിക്കുന്നുണ്ടാണ് അതിങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഒന്ന് പിടിച്ചു കൊടുത്തോ. ഓക്കെ, ഇനി അടുത്ത ഇവിടത്തെ സ്റ്റാർ. ഞങ്ങളുടെ സ്റ്റാർ ഭയങ്കര വെറൈറ്റി ആണ്. അതെ, അവരാരെയും പോലല്ല. ആ. 5-6 എണ്ണം ഉണ്ട് കണ്ടോ. കാണിച്ചോളൂ, കുഴപ്പമില്ല. നമുക്കറിയാമല്ലോ ഓരോരുത്തർക്കും വിഭിന്നമായ കഴിവുകളല്ലേ ഉള്ളത്. ദ മൾട്ടി ടാലന്റഡ് ആരതി ആൻഡ് സ്റ്റെഫി. ഭഗവാനെ, ഓ, അത് മറ്റേ പൊട്ടിത്തെറിച്ച സ്റ്റാർ ആണെന്ന് തോന്നുന്നു. ആ, ഇത് നമ്മുടെ കിച്ചൺ സ്റ്റോറീസിലെ അംബിക ചേച്ചി ആൻഡ് ശിവാനിയുടെ സ്റ്റാർ. ഇതെന്തിനാ കൈ പിടിച്ചിരിക്കണോ? ഒട്ടിച്ചില്ലല്ലേ കൊച്ചു കള്ളി. മൊത്തം കൊച്ചിന്റെ കൂടെ കിടന്ന് എല്ലാ കളതരവും പഠിച്ചിരിക്കുകയാണ്. അടി. അപ്പൊ നിങ്ങളുടെ സ്റ്റാറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റിയിട്ടേ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ കേക്കിലേക്ക് മടങ്ങാം. അപ്പൊ നമ്മുടെ കേക്ക് ചലഞ്ച് അങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു ടീമിന് ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ ആരാണ് ചലഞ്ച് എടുക്കാൻ വരുന്നത്? നമ്മുടെ ചലഞ്ച് കമോൺ ആരതി, കമോൺ. എന്തോ അപ്പൊ മോള് വന്ന് ഇത് എന്തെങ്കിലും കഴിക്കണം. ഇപ്പൊ ഇത് കഴിച്ചതിന് ശേഷം മോൾക്ക് വരാം പ്ലീസ്. ഏതാ എടുക്കുന്നേ? പുളി ആണോ? ഹെൽപ്പ് വേണം. എനിക്കിത് കുറച്ച് ദൂരം പോകാനുള്ള. എനിക്ക് ഹെൽപ്പ് വേണം. ഇപ്പൊ ഇവിടത്തെ അത് കഴിഞ്ഞിട്ട് ആദ്യം കഴിക്കും. ഞങ്ങൾ ഇത് അനുവദിക്കുമല്ലോ അല്ലേ? I love you പറ. അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ നല്ല രീതിയിൽ. ഇതൊന്നും പറ്റൂല. നല്ല രീതിയിൽ നല്ല പഞ്ച് പവറായിട്ട് വേണം. I love അത് കുഴു കുഴു പൊട്ടി പോകൂലേ? ഷെഫിനെ വിളിക്കും. ടീമേ സിനോയാണ് വിളിച്ചിരിക്കുന്നത്. ഇതാ അവിടെ. ആ, ഇനി അടുത്ത അവിടെ ടൈം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 30 seconds. എന്താണ് വേണ്ടത്? അവിടെ സമയം ഇപ്പൊ തീരും കേട്ടോ. ടൈം അപ്പ്, ടൈം അപ്പ്. ഷെഫ്, ഞാൻ പറഞ്ഞ പോലും ഷെഫ് പോകുന്നില്ല. ഹാപ്പി ക്രിസ്മസ് ഷെഫ്. ബൈ ബൈ. സംസ്കൃതിക്ക് എത്ര ഭാഷ അറിയാം എന്നാ പറഞ്ഞേ? 6 ഭാഷ അറിയാം. നിങ്ങൾക്ക് അറിയാവോ? 6 ഭാഷ അറിയാവുന്ന ആളാണ്. 6 ഭാഷ എന്ന് പറഞ്ഞാ കൊങ്കിണി അറിയാം അല്ലേ? കൊങ്ങിണി. ആ, കൊങ്ങിണി അറിയാം. മലയാളം അറിയാവോ? അതാണല്ലോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. തമിഴ് അറിയാമോ? തുമ്പെട്ടു കത്തലോ വിളിച്ചൂടാ കേട്ടോ. 10 പേര് കേൾക്കുന്ന സ്ഥലമാ. അല്ലേ അല്ലേ? അടുത്തത് വന്നിരിക്കുകയാണോ? നാരങ്ങയോ? വീണ്ടോ? ഇത് ഭഗവാനെ, നാരങ്ങയ്ക്ക് ഭയങ്കര വില. വേറെ എന്തെങ്കിലും ചോദിച്ചു എങ്കിൽ ശരി. ഇല്ല ഇല്ല, ഫുള്ളോ ഇതാണ്ട ബാക്കി ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് മറ്റേ ആരതി പറഞ്ഞ കണ്ടല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇത് വേണ്ട. അത്രയ്ക്ക് കൊള്ളൂലേ? എന്തൊരു ഗതികേടാണ്. ഈ ഒരു ഗതികേട് വേറെ ആർക്കും. മോക്ക് തരട്ടോ. എന്താ ഇവിടെ സംസ്കൃതി മുഴുവൻ കഴിഞ്ഞു. കഴിഞ്ഞാ? എനിക്ക് ഷെഫ്. ഇതാരാ കഴിച്ചത്? ഞാൻ. എനിക്ക് ഷെഫ് വേണോന്നോ? ഒരു നാരങ്ങ കഴിച്ചിട്ട് ഷെഫിനെ ചോദിക്കാൻ ഇതെന്താ ചൈനയോ? അപ്പൊ ഷെഫ് സിനോ എന്തൊരു ചിരിയാ ഷെഫിന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സമൃദ്ധി സ്റ്റാർട്ട്. എത്രയോ പരമ്പരകളിലൂടെ നമ്മുടെ മുമ്പിൽ മിന്നിമറിഞ്ഞ ആ കൊച്ചഭിനേത്രി ഇതാ ഇപ്പോഴും ആ അഭിനയ മുതലുകളൊന്നും കൈവിട്ടിട്ടില്ല എന്നുള്ളത്. സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയെടുത്ത പ്രകടനം യഥാർത്ഥത്തിൽ കൊടുത്ത ഡിസേർവിംഗ് ആയിരുന്നു തെളിയിച്ചുകൊണ്ടുള്ള ആ പ്രകടനങ്ങൾ, നവരസങ്ങൾ ആ മുഖത്തൂടെ മിന്നി മറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു നാരങ്ങയ്ക്ക് ഇത്രമാത്രം ചെയ്യാൻ പറ്റുമോ? എവിടെ ബാക്കി കഴി? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ആ മോളെ കഴിച്ചു കഴിഞ്ഞോ? മോളെ കുറച്ചും കൂടെ ഫുള്ളായാ? ഫുള്ള് സ്ക്വീസ് ചെയ്തോ? അപ്പൊ അത് വെച്ചോ വെച്ചോ അവിടെ വെച്ചോ. ആരെയാ വേണ്ടത്? റുക്സാനെ വേണോ അതോ ഷെഫ്? ഷെഫ് ഷെഫ് അവിടെ ടൈം തുടങ്ങിയിട്ടുണ്ട്. റുക്സാന ഓൺലി 30 seconds. 30 seconds മാത്രമാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ഫൗണ്ടനോ? അതിനങ്ങനെയാണല്ലേ പറയുന്നത്. സമയം ഇപ്പൊ തീരും. ടൈം അപ്പ്, ടൈം അപ്പ്. റുക്സാന. യെസ്, അങ്ങനെ ഹെൽപ്പ് ഒക്കെ കിട്ടി. നിങ്ങൾ എല്ലാവരും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗെയിമും കൂടെ കൊണ്ടുവന്നാൽ ഒന്നല്ല 2 ഗെയിമാണ്. ഡബിൾ ഗെയിം, ഡബിൾ പവറിൽ ഒരു ഗെയിം വരാൻ പോവുകയാണ്. റെഡി ആണല്ലേ? അപ്പൊ അടുത്ത ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗെയിം ഒരുമിച്ചായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോതാ ഒരു നേരത്തെ ആ മോള് പറഞ്ഞ സാധനം ഫോണ്ടൻ അല്ലേ മോളെ? അതെ, ഫോണ്ടൻ. ഫോണ്ടൻ ആണ്.
അപ്പൊ ഇത് വെച്ചിട്ട് നല്ലൊരു ഗിഫ്റ്റ് ട്രാപ്പ് പോലെ നിങ്ങൾ ചെയ്യണം. ഇതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് പേപ്പറും കൂടെ തരാനുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് റിബൺ ആണ് ഉണ്ടാക്കേണ്ടത്. പറഞ്ഞു തരികയാണ്. ആ വൈറ്റ് വെച്ചിട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഏതാണ്ട് ഇവിടെ ഒരു ചുമന്ന സാധനം തന്നിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ് ഉണ്ട്. ഇല്ല തൊടത്തില്ല. അപ്പം ഇതിനൊരു ഗിഫ്റ്റ് ട്രാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്തിട്ട് ആ വെള്ള സംഭവം ഉണ്ടല്ലോ ഡവ് വെച്ചിട്ട് നന്നായിട്ട് ഒരു റിബൺ പോലെ ഡിസൈൻ ചെയ്ത് അതിന്റെ മുകളിൽ മറ്റേ ഒരു ബോ പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ടീമിലെ ഒരാളായിരിക്കും ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഒരാളായിരിക്കും. അപ്പൊ മറ്റേയാളുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്കിനെ പറ്റി നമ്മൾ തള്ളി മറിക്കണം. അതെ തള്ളി മറിക്കണം. പക്ഷെ വെറുതെ മറിച്ചാൽ പോരാ, അത് പല ഭാവങ്ങളിൽ മറിക്കണം. എന്തൊക്കെ ഭാവങ്ങളാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരും. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പം സങ്കടത്തില് തള്ളി മറിക്കണം. ഈ കേക്കില്ലേ, ഈ കേക്ക് വേറെ എവിടെ കിട്ടില്ല ചേട്ടാ. അത്ര നല്ല കേക്കാണ്. ഇതിലെ ഈ ഗ്രീൻ ഇല്ലേ, ഈ പൂവ് ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണ്. ഭയങ്കര ഫ്ലേവേഴ്സ്. ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഫ്ലേവർ ആണ്. നമുക്ക് വായന കൊതിയൂറുന്ന ടേസ്റ്റ് ആണ്. ഈ കേക്ക് വായ വെക്കാൻ കൊള്ളത്തില്ലത്. ഓ ഇത് അടിപൊളി കേക്കാണ്. കൊള്ളത്തില്ലെന്നേ. ഈ കേക്ക് ഉണ്ടാക്കാൻ എന്റെ കൈ കിട്ടണല്ലോ. അങ്ങനെ നല്ലതേ പറയുള്ളൂ കേക്കിനെ പറ്റി. ഈ കേക്ക് നല്ലതായിട്ട് പറയണം. ഈ കേക്ക് ഭയങ്കര നല്ലതാണ്. പക്ഷെ വായിലൊന്നും വെക്കാൻ കൊള്ളത്തില്ല. അത്രക്കും നല്ലതാണ് അച്ഛമ്മ. തള്ളിമറിക്കാൻ റെഡിയല്ലേ? ഓക്കെ, തുടക്കം തന്നെ നമ്മൾ തുടങ്ങുന്നത് വളരെ സന്തോഷത്തിലാണ്, അട്ടഹസിച്ചുകൊണ്ട്. ഈ ക്രിസ്മസ് ആയ കേക്ക് ഇല്ലാണ്ട് എന്ത് ആഘോഷമുള്ളത്? ക്രിസ്മസിന് കേക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അത് പല വിധത്തിലുള്ള കേക്കുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കേക്കാണ്. പറഞ്ഞിട്ടെന്താ കാര്യം, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഒരു വായിക്ക് കൊള്ളൂല. എത്ര ബുദ്ധിമുട്ടിയത്. എന്തിനു കൊള്ളാം ഇത്? എത്ര കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഉണ്ടാക്കി പോയി. എന്താ ചെയ്യാ? പുച്ഛവും കഴിച്ചല്ലേ? അടിപൊളി. കീടിലം കേട്ടോ മോളെ. ദാറ്റ്സ് വണ്ടർഫുൾ. അടിപൊളി. ഇനി വെറും 30 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. ശിവാനിക്കുട്ടി കമാൺ. സ്റ്റെഫി, തള്ളി മറിക്കുന്ന സമയത്ത് ഇവിടെ എന്തായാലും ചെയ്തോണ്ടിരിക്കുക. അല്ല ഇപ്പൊ സമയം തീരും. അല്ല ഇവിടെ ഗിഫ്റ്റ് ഇവിടെ കാണില്ലല്ലോ. ഗിഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ രസം ഉണ്ടാവോ? രസം ഉണ്ടാവുന്ന എനിക്കല്ല, വടയാണ്. ടൈം. ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സമയം ദയവായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ സമയം ഇത് എന്ത് തള്ളി മറിക്കാൻ മാത്രം സമയം, ബാക്കി ഒന്നിനും സമയം തീർന്നിരിക്കുകയാണ്. സമയം തീർന്നിട്ടില്ല. അതിൽ തുടരുത് പ്ലീസ്. ഈ കേക്ക് ഉണ്ടാക്കാനുള്ള നമ്മുടെ യമണ്ടൻ കേക്ക് ചലഞ്ചിന്റെ ടൈം തീർന്നിരിക്കുകയാണ്. ഇനി ജഡ്ജ്മെന്റിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് സിനോയെയും അതോടൊപ്പം തന്നെ നമ്മുടെ ബേക്കർ റുക്സാന. അപ്പോ ജഡ്ജിങ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കിച്ചൺ സ്റ്റോറീസ് ടീം. അവിടുത്തെ ജഡ്ജ്മെന്റ് ഷെഫ് സിനോയ് ആൻഡ് റുക്സാന ജഡ്ജ് ചെയ്തുകൊണ്ട് വരികയാണ്. പ്രേം പൂജ ടീം. On to Steffi and Arathi. ഇതൊക്കെ പോട്ട് സ്റ്റാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ഒന്ന് കാണിച്ചപ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5-6 സ്റ്റാർ ഉണ്ടാക്കി. ഇത് വഴിയത് പോയപ്പോ ഏതോ ആരോ കടിച്ചു കീറിയിട്ടതുപോലെ. ഒരു യമണ്ടൻ കേക്ക് ചലഞ്ച് ആൻഡ് ഹിയർ ഇസ് ദ ജഡ്ജ്മെന്റ്. ഷെഫ് റുക്സാന. വളരെ ക്രിയാത്മകമായ യമണ്ടൻ ചലഞ്ച്, യമണ്ടൻ കേക്ക് ചലഞ്ച്. അതെ, നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്നത് റണ്ണേഴ്സ് അപ്പ് ആണ്. ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പ്. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് തോന്നാത്ത രീതിയിലാണ് ഇവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തു. അപ്പോ റണ്ണർ അപ്പ് ആയിട്ട് നമുക്ക് ഇതിൽ അനൗൺസ് ചെയ്യുന്നത് സ്റ്റെഫി ആൻഡ് ആരതി. സ്റ്റെഫി ആൻഡ് ആരതി ഹൃദയ ഭാവന ടീമിനാണ് നമ്മുടെ ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പ് കിട്ടിയിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷയില്ലല്ലേ? സാന്റയാണ് നമ്മുടെ ഗിഫ്റ്റുമായിട്ട് വരുന്നത്. സാന്റ പ്ലീസ് നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എലിമെന്റ്സ് ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പിനുള്ള സമ്മാനം കൊടുക്കുന്നത്. എലിമെന്റ്സ് കൃഷിക്കാരിൽ നിന്നും കസ്റ്റമറിലേക്കുള്ള എലിമെന്റ്സ് ഫെയർ കോക്കനട്ട് ഓയിൽ. ചിറ്റിലപ്പള്ളി സ്ക്വയർ വെൽനസ് ഹബ് ഇവന്റ് പാർക്ക് ആൻഡ് റെസ്റ്റോറന്റ്സ് നൽകുന്ന സമ്മാനമുണ്ട്. ഒപ്പം തന്നെ മാക്കിറ്റോസ് ഉണ്ട്. കുഞ്ഞുടുപ്പുകളുടെ നമ്പർ 1 ബ്രാൻഡായ
മാക്കിറ്റോസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവാണ്. ഒരു യമണ്ടൻ കേക്ക് ചലഞ്ചിന്റെ വിന്നർ ഈസ്. നമ്മൾ തുടക്കം തുടങ്ങിയിട്ട് കണ്ടു വളരെ ക്രിയാത്മകമായിട്ട് ഒരാള് അടിച്ചു നിൽക്കുന്നു, ഒരാൾ വളരെ സൂക്ഷ്മമായിട്ട് ഓരോന്നും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആരായിരിക്കും ഫസ്റ്റ് എന്നുള്ളത്. ആരായിരിക്കും ഫസ്റ്റ്? യെസ്, നമ്മുടെ ഇത്തവണത്തെ യമണ്ടൻ കേക്ക് ചലഞ്ചിന്റെ വിന്നർ ഈസ് സംസ്കൃതി. സംസ്കൃതി പ്രേം പൂജ ടീമിനാണ് ഫസ്റ്റ് പ്രൈസ്. അതായത് വിന്നേഴ്സ് ആ പ്രേം പൂജ ടീം ആൻഡ് സംസ്കൃതി. നമ്മുടെ സാന്റ ഗിഫ്റ്റ് കൈമാറുകയാണ്. യൂട്ടൻസിൽ കുക്ക് വെയർ. യൂട്ടൻസിലിൽ കുക്കിംഗ് ഇനി ഈസി പീസി. കൂടെ തന്നെ ചിറ്റിലപ്പള്ളി വെൽനസ് ഹബ് ആൻഡ് ഇവന്റ് പാർക്ക് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് നൽകുന്ന ഒരു കിടിലം സമ്മാനമുണ്ട് ഫോർ ദ വിന്നേഴ്സ്. KP സ്പൈസസ് ഇടുക്കി നൽകുന്ന സമ്മാനമുണ്ട്. നമ്മുടെ സെക്കൻഡ് റണ്ണറപ്പിനെ അനൗൺസ് ചെയ്യുകയാണ്. None other than നമ്മുടെ ശിവാനി ആൻഡ് അംബിക ചേച്ചി ടീം, ദ കിച്ചൺ സ്റ്റോറീസ് ടീം. ആദ്യം മേജർ ഫുഡ് പ്രൊഡക്ട്സ് നൽകുന്ന സമ്മാനമാണ് ഫോർ ദ സെക്കൻഡ് റണ്ണർ അപ്പ്. ഒപ്പം തന്നെ Vami's tea exclusively blended for tea lovers. യെസ് സാന്റ, താങ്ക് യു കേട്ടോ. നമ്മുടെ എല്ലാ ഗിഫ്റ്റും സാന്റ ശരിക്കും പണിയെടുപ്പിച്ചു. ഇത്രയും പണിയെടുത്തൊരു സാന്റ ഈ അടുത്ത് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ഫ്രം അവിടെ നമ്മുടെ ആരതി ആയാലും സ്റ്റെഫി ആയാലും റുക്സാന, നമ്മുടെ ജഡ്ജസ്, സാന്റ, ഈ ഞാൻ, സംസ്കൃതി ആൻഡ് നമ്മുടെ ശിവാനിക്കുട്ടി, അംബിക ചേച്ചി, എല്ലാവരും ആ മത്സരത്തിന്റെ വീര്യം കൃത്യമായിട്ട് കാഴ്ചവെച്ചു കേട്ടോ. അതിന്റെ ഒരു സുഖം നമ്മുടെ പ്രേക്ഷകരിൽ എത്തിക്കാണും. അവരുടെ ക്രിസ്മസിനെ ഇത്രത്തോളം രസകരമാക്കിയതിന്, ഡിലൈറ്റ്ഫുൾ ആക്കിയതിന് നിങ്ങളുടെ എല്ലായിടത്തുള്ള താങ്ക്സ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഞാൻ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സൂര്യ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വക ഒരു ഹാപ്പി ക്രിസ്മസ് ഇതാ വരുന്നുണ്ട്.